ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മുരുടേശ്വരം ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ 2 ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്ത് വന്ന ആളുകളാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ മൂകാംബിക ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഞങ്ങൾ കുടജാത്രയ്ക്ക് പോയി. കുടജാത്ര യാത്ര കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അതിനുശേഷം ഒരു 4 മണിയോടുകൂടി നമ്മൾ മുരുടേശ്വരത്തേക്ക് പോവുകയാണ്. ഏകദേശം മൂകാംബികയിൽ നിന്ന് ഒരു 1.5 hours യാത്രയുണ്ട് നമ്മുടെ മുരുടേശ്വരം എത്താൻ. മുരുടേശ്വരം ഉള്ളത് കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം. കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രസ്ഥാനം. മൃഡേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. അറബിക്കടലിൻ്റെ തീരത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ കാണുന്നതാണ് രാജഗോപുരം. ഈ രാജഗോപുരത്തിന് 20 നിലയാണുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ 18ാമത്തെ നില വരെ നമുക്ക് ലിഫ്റ്റിൽ പോകാം. ആ 18ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശിവൻ്റെ പ്രതിമ വളരെ മനോഹരമായിട്ട് കാണാം. അത് ഒന്നാമത് ഈ അറബിക്കടലിൻ്റെ തീരത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. ഇതിൽ ലിഫ്റ്റിൽ ഒരു വലിയ ആളുകൾക്ക് 20 രൂപയും ചെറിയ കുട്ടികൾക്ക് 10 രൂപയാണ് ഇത് ചാർജ് ഉള്ളത്. പിന്നെ നമുക്ക് ക്ഷേത്ര ദർശനത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 6 മണി മുതൽ 1 മണി വരെയും അതുപോലെ ഈ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതൽ 8:15 വരെയാണ് ഇവിടുത്തെ ദർശനത്തിൻ്റെ ടൈം. ഒരുപാട് കാലമായിട്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അതിന് വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ മനസ്സ് ശാന്തമാവും. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏകദേശം ഒരു 3 പതിറ്റാണ്ട് മുമ്പ് R.N. ഷെട്ടി എന്ന ധനികനായ വ്യവസായിയാണ് ഇവിടെ ഈ മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിനെ ഒരു പുതുയുഗമാക്കുന്നത്. ഏകദേശം 123 അടി ഉയരമുള്ള ശിവൻ്റെ ശില്പമാണിത്. ഇത് ഏകദേശം ലോകത്തിലെ തന്നെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് 2ാം സ്ഥാനമാണ്. പരമശിവന് പത്മാസനത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നതാണ് ഈ പ്രതിമ. ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. കാരണം ഭയങ്കര ചൂടായിരിക്കും. നമുക്ക് രാവിലെയൊക്കെ എത്തി ഒരു ഉച്ചയ്ക്ക് സമയത്ത് തിരിച്ചു വരുന്നൊരു സമയമാണെങ്കിൽ നമുക്ക് ചിലപ്പം ആ ചൂട് കൊണ്ട് ആ ഭംഗിയൊന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ ആ ഒരു രാജഗോപുരത്തിൽ പല പല കളറിൽ ലൈറ്റുകളൊക്കെ വരുന്നത് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. പിന്നെ രാത്രി നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഈ ശിവൻ്റെ പ്രതിമയും അതുപോലെ തന്നെ ആ രാജഗോപുരത്തിൻ്റെ ലൈറ്റും എല്ലാം കൂടി കാണാൻ വളരെ മനോഹരമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 മണിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് തീർച്ചയായും ഇവിടെ ഒന്ന് വരിക. ഞങ്ങളുടെ 2 ദിവസത്തെ യാത്ര വളരെ മനോഹരമായ യാത്രയായിരുന്നു. 2 ദിവസം പോയത് സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞതേയില്ല. വലിയ ക്ഷീണമൊന്നുമില്ലാതെ അടിപൊളിയായിരുന്നു. ഞാൻ നൈറ്റ് വ്യൂവിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് ആ സമയത്ത് ഒരു 7 മണിയോടുകൂടി ഈ ഒരു സ്ഥലം ആ രാജഗോപുരമൊക്കെ പല ലൈറ്റിങ്സിലാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ പതാകേൻ്റെ ഒക്കെ ഒരു കളറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ